നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കി നോക്കിയാലോ. സാധാരണ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉച്ച കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ വേഗം നാശമാവും. ഇത് വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല. നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞതും, അതൊക്കെ കൂടി നാളികേരത്തിൻ്റെ രണ്ടാം പാലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഞാനിവിടെ അധികം ഉണ്ടാക്കണ കാരണം ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുണ്ടാക്കുമ്പോൾ ചീനച്ചട്ടി എടുത്താലും മതി. അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ സവാള, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് നോക്കിയിട്ട് വേണം ചേർക്കാൻ, നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് 4-5 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായി വെള്ളം വറ്റണ വരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഫുള്ള് വെള്ളം വറ്റിച്ചെടുക്കണം, എന്നാലാണ് ചീത്തയാവാതിരിക്കുള്ളൂ. അങ്ങനെ വെള്ളം പൊട്ടി അതിൽ വെള്ളം മുഴുവൻ വറ്റി ഇതുപോലെ നന്നായിട്ട് തിക്കായി കുറുകി കിട്ടണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് തേങ്ങയുടെ 1-ാം പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് പിന്നെ തിളപ്പിക്കരുത്, നന്നായി ചൂടാവാനേ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളത് വാങ്ങി വെച്ചിട്ട് ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ചീത്തയാവാത്ത നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുകയാണ്. നമ്മളതിലേക്ക് 1 ടീസ്പൂൺ വെണ്ണ ചേർക്കുകയാണ്. വെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കറി ചീത്തയാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഇരുന്നോളും. കുറച്ചും കൂടെ കഴിഞ്ഞ് ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി തിക്കായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ല? എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.